നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ ഡെറിവേറ്റീവ് വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തോടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനുള്ള ഉയർന്ന സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ പ്രാബല്യത്തിൽ വരികയാണ്. സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026 ബജറ്റിലാണ് ഈ നീക്കം പ്രഖ്യാപിച്ചത്. ഫ്യൂച്ചേഴ്സ് STT 0.02% നിന്ന് 0.05% വർദ്ധിപ്പിച്ചു. ഓപ്ഷനുകളുടെ കാര്യത്തിൽ പ്രീമിയത്തിന്മേലുള്ള STT 0.1% നിന്ന് 0.15% ഉയരും. ഇത് ഫ്യൂച്ചേഴ്സിൽ 150%, ഓപ്ഷനുകളിൽ 50% വർധനവാണ് അർത്ഥമാക്കുന്നത്. STTയിലെ ഈ വർധനവ് കാരണം ഫ്യൂച്ചേഴ്സ് ട്രേഡർമാരുടെ ബ്രേക്ക് ഈവൻ, ലാഭമോ നഷ്ടമോ ഇല്ലാത്ത അവസ്ഥ ഏകദേശം ഇരട്ടിയാകും. ഫ്യൂച്ചേഴ്സിലെ കണക്കുകൾ നോക്കാം. നിഫ്റ്റി 22,845 പോയിന്റിലും ലോട്ട് സൈസ് 65 ആണെന്നും കരുതുക. അപ്പോൾ കോൺട്രാക്ട് വാല്യൂ 14.85 ലക്ഷം രൂപയായി വരും. പഴയ STT നിരക്കായ 0.02% കണക്കാക്കിയാൽ STT 297 രൂപയും മറ്റ് ചാർജുകൾ 95 രൂപയുമാണ്. ആകെ തുകയായ 392 രൂപയെ 65 കൊണ്ട് ഹരിച്ചാൽ ഫലത്തിൽ 6 പോയിന്റ് മാറ്റം കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ 0.05% നിരക്കിൽ 742 രൂപ STT ഉൾപ്പെടെ ആകെ ചാർജുകൾ 837 രൂപയാകും. ഇപ്പോൾ 837നെ 65 കൊണ്ട് ഹരിച്ചാൽ ഇത് ഏകദേശം 13 പോയിന്റായി വർദ്ധിക്കും. ചുരുക്കത്തിൽ പുതിയ നിരക്കിൽ ബ്രേക്ക് ഈവൻ നേടാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡർമാർക്ക് പഴയതിന്റെ ഇരട്ടി പോയിന്റ് നീക്കം പിടിച്ചെടുക്കേണ്ടി വരും. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ കാര്യത്തിൽ ട്രേഡർമാർക്ക് ഏപ്രിൽ 1 മുതൽ 26 പോയിന്റ് ബ്രേക്ക് ഈവൻ ആവശ്യമാണ്. മുൻപ് ഇത് 10.4 പോയിന്റ് ആയിരുന്നു. അതേപോലെ സെൻസെക്സ് ഫ്യൂച്ചേഴ്സ് ട്രേഡർമാർക്ക് മുൻപത്തെ 15 പോയിന്റിന് പകരം ഇനി 37.5 പോയിന്റ് ബ്രേക്ക് ഈവൻ ആവശ്യമായി വരും. ഇതിന്റെ നല്ല വശം എന്നത് അമിതമായ ട്രേഡിംഗ് കൂടുതൽ ചെലവേറിയതാകുമെന്നതാണ്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതും സാധാരണ നിലവാരത്തിലുള്ളതുമായ എൻട്രികൾക്ക് തിരിച്ചടി ലഭിക്കും. കൂടാതെ ചെറിയ ലാഭങ്ങൾ ലക്ഷ്യം വെച്ചുള്ള സ്കാൽപ്പിംഗ് രീതിയുടെ പ്രസക്തി കുറയുകയും ചെയ്യും. എന്നിരുന്നാലും ഫ്യൂച്ചേഴ്സിനെ അപേക്ഷിച്ച് ഓപ്ഷൻസിൽ ബ്രേക്ക് ഈവൻ പോയിന്റിൽ വലിയ വർധനവ് ഉണ്ടാകില്ല. എങ്കിലും പഴയ നിരക്കിൽ 2 മുതൽ 3 പോയിന്റ് മാറ്റം ഒരു ഭേദപ്പെട്ട ട്രേഡായി കണക്കാക്കിയിരുന്നെങ്കിൽ പുതിയ STT നിയമപ്രകാരം അത്തരം ചെറിയ മാറ്റങ്ങൾ കാര്യമായ ലാഭം നൽകില്ല. STT വർധനവ് കാരണം വിപണിയിലെ ഇടപാടുകളുടെ അളവിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റായ ആകാശ് ഷായുടെ അഭിപ്രായത്തിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ വരവിനെയും ഇത് താൽക്കാലികമായി ബാധിക്കും. STT വർധനവ് പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ വിദേശ നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് നടത്തുന്ന ആഗോള ഫണ്ടുകൾക്ക് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം റീറ്റെയിൽ നിക്ഷേപകർ ക്യാഷ് മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഡെറിവേറ്റീവ് സെഗ്മെന്റിലാണ് താല്പര്യം കാണിക്കുന്നതെന്ന കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം നിക്ഷേപ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൊത്തം നിക്ഷേപത്തിൽ ഗണ്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2026 ഫെബ്രുവരി 28 വരെയുള്ള കണക്കനുസരിച്ച് പ്രൈമറി മാർക്കറ്റ് വഴിയുള്ള നിക്ഷേപങ്ങൾ ഉൾപ്പെടെ 2026 സാമ്പത്തിക വർഷത്തിലെ ആകെ റീറ്റെയിൽ നിക്ഷേപം 33,537 കോടി രൂപയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇത് 1.59 ലക്ഷം കോടി രൂപയായിരുന്നു എന്നതിനാലാണ് ഈ മാറ്റം ശ്രദ്ധേയം. വിപണിയിലെ നിലവിലെ മൂല്യനിർണ്ണയം, കമ്പനികളുടെ ലാഭക്ഷമത, പണലഭ്യത, ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുത്തുള്ള നിക്ഷേപകരുടെ മുൻകരുതലാണിത്. പ്രതിമാസ കണക്കുകൾ പരിശോധിച്ചാൽ ക്യാഷ് മാർക്കറ്റ് സെഗ്മെന്റിൽ വ്യക്തിഗത നിക്ഷേപകരുടെ എണ്ണം തുടർച്ചയായ 2 മാസങ്ങളും കുറഞ്ഞു വന്നിരിക്കുകയാണ്. 2025 ഡിസംബറിൽ 1.34 കോടിയായിരുന്ന നിക്ഷേപകരുടെ എണ്ണം 2026 ജനുവരിയിൽ 1.33 കോടിയായും ഫെബ്രുവരിയിൽ 1.26 കോടിയായും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നിക്ഷേപകരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2025 ഡിസംബറിലെ 34.8 ലക്ഷത്തിൽ നിന്ന് ജനുവരിയിൽ 35.8 ലക്ഷമായും ഫെബ്രുവരിയിൽ ഇത് 38.9 ലക്ഷമായും നിക്ഷേപകരുടെ എണ്ണം ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 14 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പങ്കാളിത്തമാണിത്. വാർഷിക അടിസ്ഥാനത്തിൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിഗത നിക്ഷേപകരുടെ എണ്ണം 3.47 കോടിയും ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഇത് 81 ലക്ഷവുമാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിൽ ഏർപ്പെടുന്ന 90% വ്യക്തിഗത ട്രേഡർമാരും പണം നഷ്ടപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണമായ സീറോ പ്രോഫിറ്റ് ട്രാപ്പ് അഥവാ ലീക്കേജ് തിയറി പ്രകാരം ഒരു ട്രേഡർ നേടുന്ന ലാഭത്തിന്റെ വലിയൊരു ഭാഗം ടാക്സുകളായും മറ്റ് ചാർജുകളായും ചോർന്നു പോകുന്നുണ്ട്. സെബി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമിതമായ ബ്രോക്കറേജ്, STT, GST, എക്സ്ചേഞ്ച് ചാർജുകൾ എന്നിവ കാരണം ട്രേഡർമാർക്ക് ശരാശരി ഒരു വർഷം 1.1 ലക്ഷം രൂപ വരെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ലാഭമുണ്ടാക്കിയാൽ പോലും മൊത്തം ലാഭത്തിന്റെ 15 മുതൽ 50% വരെ ഇത്തരം ചെലവുകൾക്കായി നൽകേണ്ടി വരുന്നത് ട്രേഡറുടെ കയ്യിൽ ലഭിക്കുന്ന തുക വട്ടപൂജ്യമാക്കാൻ കാരണമാകുന്നു.
അറിവില്ലായ്മ കൊണ്ടും പെട്ടെന്ന് പണം തിരിച്ചുപിടിക്കാനുള്ള ആവേശം അഥവാ റിവെഞ്ച് ട്രേഡിംഗ് കൊണ്ടും അമിതമായി ട്രേഡ് ചെയ്യുന്നത് ഈ നഷ്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലാഭവും നഷ്ടവും തുല്യമായി വരുന്ന ഒരു സീറോ സം ഗെയിം എന്നതിലുപരി ഉയർന്ന നികുതികളും ചാർജുകളും കാരണം F&O ട്രേഡിംഗ് ഒരു നെഗറ്റീവ് സം ഗെയിമായി മാറുന്നതാണ് ഭൂരിഭാഗം പേരും പരാജയപ്പെടാൻ കാരണമാകുന്നത്. ഇത് പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ കുറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.